കോട്ടയം എരുമേലിയിൽ ബാലാലയ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച വാപുരസ്വാമി ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18. ക്ഷേത്രം പണിയുന്നത് വാപുറ പള്ളിയിൽ നിന്ന് വലിയമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ. ഹൈക്കോടതി സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെ നിർമ്മിച്ച ഭാഗങ്ങൾ ഇടിച്ചു കളഞ്ഞ നിലയിൽ. ക്ഷേത്രത്തിനായി ദേവപ്രശ്നം നടത്തിയതിന്റെ പ്രചാരണ ബോർഡുകളും ഇവിടെയുണ്ട്. ദേവപ്രശ്നത്തിൽ പങ്കെടുത്തവരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. എരുമേലി വാപുര ക്ഷേത്ര നിർമ്മാണത്തിനെതിരായ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക്. നിർമ്മാണം സ്റ്റേ ചെയ്ത കേസിൽ തുടർ നടപടി നിർണായകമായി മാറുകയാണ്. കോടതിയെ സമീപിച്ചത് ദേവസ്വം ബോർഡ് മുൻ ഉദ്യോഗസ്ഥനാണ്. കേരള സർവകലാശാലയിൽ ഭാരതാംബ ചിത്രവിവാദത്തിൽ തുടങ്ങിയ പോര് ഇപ്പോഴും മുറുകുകയാണ്. താൽക്കാലിക വിസിയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും നേർക്കുനേർ. സിൻഡിക്കേറ്റ് യോഗത്തിന് പിന്നാലെ വൈസ് ചാൻസലർ ചുമതലയേറ്റതിൽ ഡോക്ടർ സിസ തോമസിന് കടുത്ത അതൃപ്തിയാണ്. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാതെ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാർ അവധിയിൽ പോവുകയാണ്. സിൻഡിക്കേറ്റ് സസ്പെൻഷൻ പിൻവലിച്ച പശ്ചാത്തലത്തിൽ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പിൻവലിക്കും. കേസ് പരിഗണിക്കുമ്പോൾ കോടതി നിരീക്ഷണങ്ങൾ നടത്തിയാൽ നിർണായകമായി മാറും. താൽക്കാലിക വിസി ഡോക്ടർ സിസ തോമസിനെതിരെ SFIയുടെ പ്രതിഷേധം ഇന്നും തുടരും. കേരളത്തിൽ സന്ദർശനം നടത്തുന്ന ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ ഗുരുവായൂർ സന്ദർശനം തടസ്സപ്പെട്ടു. കനത്ത മഴ കാരണം ഹെലികോപ്റ്റർ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് ഇറക്കാൻ കഴിഞ്ഞില്ല. ഉപരാഷ്ട്രപതിയുമായി ഹെലികോപ്റ്റർ കൊച്ചിയിൽ മടങ്ങിയെത്തി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ ദുരവസ്ഥയിൽ ഇടപെടണമെന്ന ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അടിസ്ഥാന സൗകര്യങ്ങളും ഉപകരണങ്ങളും ഉറപ്പാക്കാൻ കോടതി ഇടപെടൽ വേണമെന്ന് ഹർജിയിൽ ആവശ്യമുണ്ട്. കോടതി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുവാനും സാധ്യതയുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടത്തിൽപ്പെട്ടതിന് സമാനമായ ഒരു കെട്ടിടം നെയ്യാറ്റിൻകര ആശുപത്രിയിലും. താലൂക്ക് ആശുപത്രിയിൽ നേരത്തെ വാർഡായി ഉപയോഗിച്ചിരുന്ന ഇരുനില കെട്ടിടം കാലപ്പഴക്കം ചെന്ന നിലയിലാണ് ഇപ്പോൾ. ഇതിന്റെ വിശദമായ റിപ്പോർട്ട് ന്യൂസ് ടൈംസിലുണ്ടാവും. കെട്ടിടം ഏത് സമയവും നിലം പൊത്താവുന്ന നിലയിലാണ്. പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിട്ടും നടപടിയുണ്ടായില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിലും അപകട സാധ്യതയുണ്ട്. ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്നത് ഏത് സമയവും നിലം പൊത്താവുന്ന കെട്ടിടത്തിലാണ്. പ്രധാന കെട്ടിടങ്ങൾക്ക് മുകളിൽ ആൽമരം മുളച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം ഇന്നും തുടരും. ഇന്നലെ അർദ്ധരാത്രി പാലക്കാട് കാഴ്ചപ്പറമ്പിൽ വീണ ജോർജിനെ കരിങ്കൊടി കാട്ടി യൂത്ത് കോൺഗ്രസുകാർ. പാലക്കാട് നിപ അവലോകന യോഗത്തിൽ മന്ത്രി ഇന്നുണ്ടാവും. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ പാലക്കാട് തച്ചനാട്ടുകര സ്വദേശിനിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. യുവതി വെന്റിലേറ്ററിലാണ്. മങ്കടയിൽ മരിച്ച 19 വയസ്സുകാരിയുടെ സമ്പർക്ക പട്ടികയിലെ 3 പേരുടെ ഫലം നെഗറ്റീവാണ്. സംസ്ഥാനത്താകെ 241 പേരാണ് നിപ നിരീക്ഷണത്തിൽ.